ചേരുകയാണ്. ശ്രീ പി എ പൗരൻ, ഈ വനവകുപ്പിന്റെ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിവരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഭൂമിയാണ്. റവന്യൂ വകുപ്പും പറയുന്നത് അത് മിച്ചഭൂമിയാണെന്ന്. പക്ഷെ അതിനകത്ത് വനവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുകയാണ്. ഇത് കൃത്യമായി പഠിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പഠിച്ച് അതിൽ ഇടപെടൽ നടത്തും എന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ ഘട്ടത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം? ആദ്യമായി ഇത്രയും സെൻസിറ്റീവായ ഒരു കാര്യം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ച സാജിദിനും അതേപോലെ തന്നെ മീഡിയ വണ്ണിനും ആദ്യമായിട്ട് ഞാൻ അഭിവാദ്യങ്ങൾ നേരുകയാണ്. 10,000-കണക്കിന് ഭൂരഹിതർ ഉള്ള കേരള സംസ്ഥാനത്ത് തലചായ്ക്കുവാൻ ഒരു ഇടത്തിനു വേണ്ടി സർക്കാർ തന്നെ അനുവദിച്ചു കൊടുക്കുന്ന ഭൂമിയിൽ, പ്രത്യേകിച്ച് തൃക്കടിയൂര് അനവധി വർഷങ്ങളായി താമസിക്കുന്ന ഒരു സാധു സ്ത്രീയെ ഉൾപ്പെടെയുള്ളവരെ അവിടുന്ന് കുടിയിറക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുനിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. ഈ അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്ന കാലത്ത് നമുക്കറിയാം, ലാൻഡ് അസൈൻമെന്റ് റൂൾസ് അനുസരിച്ച് ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ താമസിക്കാൻ കൊടുക്കുന്ന മിച്ചഭൂമി അത് കണ്ടെത്തുകയും അതിന്റെ അതിരുകൾ ഇട്ടതിന് ശേഷം അത് അവരെ ബോധ്യപ്പെടുത്തി, അതിന്റെ ബെനിഫിഷ്യറിയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആണ് അവർക്ക് പട്ടയം കൊടുത്ത് അവരവിടെ താമസിക്കാൻ അനുവദിക്കുന്നത്. അതാണ് നിലവിലുള്ള റൂൾസ്. ആ റൂൾസ് അനുസരിച്ചാണ് ഈ സാധു സ്ത്രീയോ അല്ലെങ്കിൽ അതേപോലെയുള്ള അനവധി പേർ വർഷങ്ങളായി സർക്കാർ അനുവദിച്ച് നൽകിയിരിക്കുന്ന ഭൂമിയിൽ താമസിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. മുട്ടിൽ മരമുറി നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. 30 കോടിയിൽ പരം രൂപ വിലയുള്ള സർക്കാർ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഒരാഴ്ചക്കാലം സർക്കാർ ഓർഡർ മരവിപ്പിച്ചതിന് ശേഷം ആ മരങ്ങളെല്ലാം വളരെ വിദഗ്ധമായി മുറിച്ച് വളരെ സുരക്ഷിതമാക്കിയതിനു ശേഷം ആ സർക്കാർ ഓർഡർ അതേ ഉദ്യോഗസ്ഥൻ തന്നെ റിവൈവ് ചെയ്തു. അപ്പോൾ ഈ ഒരാഴ്ചക്കിടന്ന് നടന്ന സംഭവത്തിൽ 30 കോടിയിൽ പരം രൂപയാണ് സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾക്ക് സാർ, ഞാനൊന്ന് ഇടപെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഈ സർക്കാർ മിച്ചഭൂമിയായി വിതരണം ചെയ്ത സ്ഥലങ്ങൾക്ക് പോലും വനവകുപ്പ് അവകാശവാദം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും പ്രശ്നം 1971 നിയമത്തിലെ ഒരു ഭാഗം മാത്രം വനവകുപ്പ് നടപ്പാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിലും ഒരു പരിഷ്കരണം, കാലോചിതമായി ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യമായ ഘടകം തന്നെയല്ലേ? ഇതിലുള്ള പ്രസക്തമായ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 33% വിസ്തൃതി വനമായിട്ട് സംരക്ഷിക്കണമെന്ന് നിയമമുണ്ട്, അനുശാസിക്കുന്നുണ്ട്. പരിസ്ഥിതി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂവിസ്തൃതിയുടെ 33% വനമായിട്ട് സംരക്ഷിക്കണമെന്ന് നിലവിലുള്ള നിയമങ്ങൾ പറയുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4% മാത്രം, എന്നിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ, 4% മാത്രമാണ് നാച്ചുറൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ വെർജിൻ ഫോറസ്റ്റ് കേരളത്തിലുള്ളത്. ബാക്കിയെല്ലാം ആർക്കിടെക്ചർ സർവേ എന്നുള്ള രൂപത്തിൽ ഒരു സർവേ നടത്തിക്കൊണ്ട് ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും കശുമാവിൻ തോട്ടങ്ങളും എല്ലാം തന്നെ വനഭൂമിയാണെന്ന് നിശ്ചയിച്ച് ഇവിടെ വനഭൂമിയുടെ വിസ്തൃതി വളരെ കൂടിയിരിക്കുന്നു, 12,000 സ്ക്വയർ കിലോമീറ്റർ വർദ്ധിച്ചിരിക്കുന്നു എന്നൊക്കെ ചില വീരവാദങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സജീവമായിട്ട് ഇടപെടുന്ന ഒരു കാര്യം പോലും കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നില്ല. സിസ്റ്റത്തിന്റെ പരാജയമാണ്. IFS ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അവരെല്ലാം കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇവിടെയുള്ള സമ്പന്നർക്ക് സർക്കാർ ഭൂമി കൊള്ളയടിക്കുവാൻ ഒത്തുനിൽക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മുട്ടിൽ മരമുറി നടക്കുമോ? അല്ലെങ്കിൽ മൂന്നാറിലുള്ള കണ്ണൻദേവൻ എസ്റ്റേറ്റ് 5 ലക്ഷത്തിൽ പരം ഏക്കർ മിച്ചഭൂമി അല്ലെങ്കിൽ സർക്കാർ ഭൂമി ഇപ്പോഴും കണ്ണൻദേവന്റെ ടാറ്റയുടെ കൈവശമിരിക്കുന്നു. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ 8 ജില്ലകളിലായി 32
തോട്ടങ്ങൾ ഞാൻ അങ്ങനെയൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ ഈ വാർത്തയോട് ഞങ്ങളോട് പ്രതികരിച്ചതിനായി.